ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പുതിയ വീഡിയോ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പുതിയ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എൻ്റെ വീട്ടിലിപ്പോൾ പുതിയ അക്വേറിയം സെറ്റ് ചെയ്തു. എനിക്ക് മുമ്പും അക്വേറിയം ഉണ്ടായിരുന്നു. അത് ചെറുതായിരുന്നു, 2 ഫീറ്റ് അക്വേറിയം ആയിരുന്നു. ഇതിപ്പോൾ 4 ഫീറ്റ് അക്വേറിയം ഞാൻ പർച്ചേസ് ചെയ്തു. ഒരു മാസത്തോളമായി ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മന്തിന് മുമ്പ് ഞാൻ ഇതെങ്ങനെ ഇത് സെറ്റ് ചെയ്തെടുത്തു. ഈ അക്വാസ്കേപ്പിംഗ് എങ്ങനെ ചെയ്തു, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, ഞാൻ വലിയ പ്രൊഫഷണൽ ഒന്നല്ല, ചെറിയൊരു നോളജ് മാത്രമേ എനിക്ക് അക്വാസ്കേപ്പിങ്ങിനെ കുറിച്ചുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അത് ചില ആളുകൾക്ക് ഇത് എന്താ പറയുക, 1 കിലോ നമ്മളിപ്പോൾ അക്വാസ്കേപ്പിങ്ങിൻ്റെ കടയിലേക്ക് പോയിട്ട് നമ്മളിപ്പോൾ കല്ലും മണ്ണും എല്ലാതും വാങ്ങിയിട്ട് നമ്മൾ വരുമ്പോൾ വളരെ വലിയൊരു എമൗണ്ടാണ് അത് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വളരെ തുച്ഛമായ എമൗണ്ടിലാണ് ഞാനിത് ചെയ്തെടുത്തത്. അതായത് കുറച്ച് എക്സ്പെൻസ് ഉണ്ടായി, ഇല്ലാന്നല്ല, ഒട്ടും എക്സ്പെൻസ് ഇല്ലാണ്ടെന്നല്ല. പക്ഷെ മാക്സിമം ഞാൻ ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് മാക്സിമം കിട്ടാവുന്ന തരത്തിലാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, കല്ലുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ അക്വാസ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു കടയ്ക്ക് പോകുമ്പോൾ 1 കിലോ കല്ല് ഏത് മോഡലാണെങ്കിലും, അതായത് പലതരം മെറീൻ റോക്സ് ഉണ്ട്, സിയാച്ചൻ റോക്സ്, ലാവ റോക്സ്, റെഡ് ലാവ റോക്സ്, ബ്ലാക്ക് ലാവ റോക്സ്, അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട്. ഈ റോക്സിനൊക്കെ പല പല റേറ്റുകളാണ്. 1 കിലോന് 300, 350, 400 ഒക്കെയാണ് ബാംഗ്ലൂരിലുള്ള റേറ്റ്. നമ്മുടെ നാട്ടിലത്തെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ബാംഗ്ലൂരിലുള്ള റേറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1 കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആകെ ഇത്രയും റോക്കാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, എൻ്റെ ഇത് 4 ഫീറ്റ് അക്വേറിയത്തിൽ ഈ ഒരു ഭാഗം മാത്രം, ഇത്രയും ഒരു പോർഷനിൽ മാത്രം നമുക്ക് ആ റോക്ക് 1 കിലോന് വെക്കാൻ പറ്റുള്ളൂ. അത് ഹൈറ്റ് ഇത്ര ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എത്ര കിലോ വാങ്ങേണ്ടി വരും. മിനിമം ഒരു 10 കിലോ, 15 കിലോ, 20 കിലോ ഒക്കെ വാങ്ങേണ്ടി വരും. അപ്പം ഓക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു അക്വേറിയം ഉണ്ടെങ്കിൽ അതിനും ബ്യൂട്ടിഫൈ ചെയ്യാം. പുതിയ അക്വേറിയം വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാങ്ങുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഇത് അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ വൈകിക്കുന്നില്ല. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നമസ്കാരം എന്ന ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അക്വേറിയത്തിൻ്റെ അകത്ത് വെക്കാനുള്ള കല്ലുകൾ രീതിയിൽ നടക്കുകയാണ് ഞാൻ. കൺസ്ട്രക്ഷൻ റോക്സ് ആണ് തപ്പി നടക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ കാണുന്ന റോക്കുകൾ നോക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം ഹാർഡ് വാട്ടർ ആക്കും. വെള്ളം ഹാർഡ് വാട്ടർ ആണതാണ് സിച്ച്ലെറ്റ് ഫിഷസിന് നല്ലത്. ഓക്കെ, അപ്പോൾ pH ലെവൽ ഒരു 7 to 8 ഇടയിൽ വെക്കണം എന്നാണ് നല്ലത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ വാട്ടർ മിനറൽ വാട്ടറാണ് അക്വേറിയത്തിൽ. അപ്പോൾ ഓൾറെഡി പ്യൂരിഫൈഡ് ആണ്, ഓക്സിജനേറ്റഡ് ആണ്. അപ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വെറുതെ ഈ കല്ലുകളിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ pH ലെവൽ ഹൈ ആവും. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ കല്ലുകളുടെ കാണാൻ വൃത്തിക്ക് വെക്കണത് വേറെ, അത് ഞാൻ വെച്ച് വരുമ്പോൾ അറിയാം നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തപ്പിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പുതിയ അക്വേറിയം ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വന്നു, ഇന്നാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അക്വേറിയം. വന്നിട്ടുള്ളൂ, അൺബോക്സ് ചെയ്തു. അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. ഇത് ക്യാബിനറ്റ് 3 അടി ഹൈറ്റിൻ്റെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂയിങ് ആംഗിൾ കിട്ടും. ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ നിഴൽ ശ്രദ്ധിച്ചോളൂ, ഞാൻ എൻ്റെ ചെസ്റ്റ് ലെവലിലാണ് ഫോൺ പിടിച്ചിട്ടുള്ളത്, കണ്ടോ? അപ്പോൾ കറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇത് 2 അടി ആകുമ്പോൾ നമ്മൾ കുമ്പിട്ട് നിന്ന് നോക്കണം. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് വ്യൂയിങ് ആംഗിൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 4 അടിയുടെ അക്വേറിയമാണിത്. 4 അടി ഇൻറ്റു 18 ഇഞ്ച് ഹൈറ്റ് 18 ഇഞ്ച്, ഇത് 15 ഇഞ്ച് വീതി. പിന്നെ നമ്മൾ കാനിസ്റ്റർ ഫിൽറ്ററിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സൺസണ്ണിൻ്റെ ഞാൻ കാനിസ്റ്റർ മേടിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം. ഇത്രയും സെറ്റപ്പ് ആയിട്ട് ഇത് ഫ്രണ്ടും 2 സൈഡും എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് ആണ്. ബാക്കും ബോട്ടമും നോർമൽ ഗ്ലാസ് ആണ്. ഇത് 12 mm തിക്നെസ്സിൻ്റെ ഗ്ലാസ് ആണ്. അതുകൊണ്ട് നമ്മൾ ബ്രേസിംഗ് ഒന്നും ചെയ്തിട്ടില്ല. 2 അടി ഹൈറ്റുള്ള ടാങ്കുകൾക്ക് മാത്രം, അതായത് 4 അടി വീതിയുള്ള ഒരു അക്വേറിയം ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും 12 mm ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ ബ്രേസിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മൾ 8 mm അല്ലെങ്കിൽ 10 mm ഒക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ
നമ്മൾ ടോപ്പ് ബ്രേസിങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബോട്ടം ബ്രേസിങ് എങ്കിലും ചെയ്യണം. അത് നമുക്ക് എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് തരും. ശരിക്കും 8 mm മാത്രം നമുക്ക് ഈ ബ്രേസിങ് ചെയ്താൽ മതി. 10 mm ആണെങ്കിലും ബ്രേസിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ എക്സ്പേർട്സ് പറയണത്. ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു, അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ബ്രേസിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ്. 10 mm ആണെങ്കിൽ ഇത് 12 mm ഗ്ലാസ്സാണ്, അതുകൊണ്ട് ഇതിനൊട്ടും ആവശ്യമില്ല ബ്രേസിങ്ങിൻ്റെ. ബ്രേസിങ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അവിടേക്ക് ഒരു ഗ്ലാസ് ഇങ്ങനെ കൊടുക്കും. പിന്നെ അടിയിൽ 4 സൈഡും നമ്മൾ ചുറ്റും ഗ്ലാസ് വെച്ചിട്ട് അത് പശ വെച്ച് സിലിക്കോൺ വെച്ച് നമ്മൾ പേസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ കൊറിയൻ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. ഇതിലിപ്പോൾ സബ്സ്ട്രേറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ആമസോൺ കൊസോയൻ ബ്ലാക്കും പിന്നെ ലാവ റോക്കും മിക്സഡ് ആണ്. അതിൻ്റെ പഴയ കൊറിയത്തിൽ നിന്നുള്ളതാണ്. ഇത് അത്യാവശ്യം ഇതിലുണ്ട് പ്ലാന്റ്സ്, മീഡിയം പ്ലാന്റ്സ്. പ്ലാന്റഡ് കൊറിയ അല്ല ചെയ്യണത്, എന്നാലും കുറച്ച് പ്ലാന്റ്സിനെ വെക്കുന്നുണ്ട്. സിക്സ് തെറ്റാത്ത 6 ഇടുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത പ്ലാന്റ്സ്, ആ പ്ലാന്റ്സിന് മാത്രം നമ്മൾ വെക്കണുള്ളൂ. അപ്പോൾ അവർക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ആമസോൺ അക്വാസോയിലും പിന്നെ ലാവറക്സും ബാക്ടീരിയ കോളനി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാവറക്സിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാവറക്സും ആമസോൺ സോയിലാണ് ഇതിൽ ഫസ്റ്റ് ലെയർ. ഈ ലെയറിൻ്റെ താഴെ ഞാൻ 2-3 തെർമോക്കോളിൻ്റെ പീസസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോക്സ് വയ്ക്കുമ്പോൾ അത് ഗ്ലാസ്സിന് പ്രഷർ വരാണ്ടിരിക്കാനാണ് നമ്മൾ തെർമോക്കോൾ പീസ് വെച്ചു. അതിൻ്റെ മുകളിലാണ് നമ്മൾ ആമസോൺ സോയിലും ലാവ റോക്സും വെച്ചിട്ടുള്ളത്. ഓക്കെ, പഴയ ഫിഷ് ടാങ്കിൽ നിന്നുള്ള ലാവ റോക്സും ആമസോൺ സോയിലാണ് ആദ്യത്തെ ലെയറിൽ ഇട്ടിട്ടുള്ളത്. അതിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പുതിയ ആമസോൺ സോയിൽ ഇടുന്നുണ്ട്. ചെടികൾക്ക് കുറച്ചുകൂടി നല്ലൊരു ഹെൽത്ത് കിട്ടാൻ, ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പഴയ ഫിഷ് ടാങ്കിലത്തെ ഇത് നമ്മൾക്ക് നല്ല ബാക്ടീരിയ കോളനി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആണ് പുതിയ ഫിഷ് ടാങ്കിലേക്ക് സെയിം സാധനങ്ങൾ വീണ്ടും ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോളറാഡോ സാൻഡ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് ചെയ്യണം. അതായത് ഡ്രിഫ്റ്റ് വുഡ് ഉണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് വുഡ്, പാറകൾ ഉണ്ടെങ്കിൽ പാറകൾ, ഫുൾ ഡെക്കറേഷൻ, എക്കോസ്കേപ്പിംഗ് മൊത്തം നമ്മൾ മെയിൻ സാൻഡ് ഇടുന്നതിന് മുമ്പ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ പിന്നെ സാൻഡിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് പിന്നെ സാൻഡും ഇതുമായിട്ട് മിക്സായി അത് ഭയങ്കര മോശം. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ അക്വാസ്കേപ്പിംഗ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിന് പ്ലാൻ ചെയ്യുന്നത് ഒരു 6 ടാങ്ക് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് ADA Super 4 അക്വേറിയം എഡിക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ്. ഇത് വാട്ടർ ക്ലിയർ ആക്കും. ഇത് നമ്മൾ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ഇട്ടതിന് ശേഷം നമ്മളുടെ അക്വേറിയത്തിൽ ഈ കാണുന്ന സബ്സ്ട്രേറ്റുകൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒറിജിനൽ സാൻഡ് ഇടും. ആ സാൻഡ് ഇടുന്നതിൻ്റെ ഇടയിൽ വേണം ഇത് കയറ്റാൻ. ഇതിൽ 3 പാക്കറ്റ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. അത് ബാക്ടീരിയ നല്ലോണം കോളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ADA Super 4 ഇത് എല്ലാ വെബ്സൈറ്റിലും കിട്ടും, അക്വേറിയം ഷോപ്പുകളിലും കിട്ടും. അപ്പോൾ ഇത് ഈ 3 പാക്കറ്റാണ് ഈ ADA Super 4ൻ്റെ അകത്തുള്ളത്. ബാക്ടർ 100, ക്ലിയർ സൂപ്പർ, ടോർമാലിൻ BC. ഓക്കെ, ഈ 3 തരത്തിലുള്ള ബാക്ടീരിയസാണ്, ഗുഡ് ബാക്ടീരിയാസ്. ഈ ബാക്ടീരിയാസ് നമ്മളുടെ മെക്കാനിക്കൽ ഫിൽട്ടറുകളുടെ അകത്ത് പോയിട്ട് ഇത് കോളനൈസ് ചെയ്യും. കുറച്ച് ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിക്കാം. അടുത്തത് ക്ലിയർ സൂപ്പർ ഇടാൻ പോവാണ്. ബാക്ടർ 100. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ADA കോളറാഡോ സാൻഡ് ഇടാൻ പോകുന്നത്. ഇതാണ് ADA നേച്ചർ അക്വേറിയം കോളറാഡോ സാൻഡ്. ഓക്കെ, ഇതൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടും നമുക്ക്. എനിക്ക് പ്യുവർ വൈറ്റ് വേണ്ടെന്ന് വെച്ചു. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇടുമ്പോഴുള്ള ഒരു ഭംഗി മാത്രമേ നമ്മൾ വൈറ്റ് കളറിലുള്ള സാൻഡ് ഇടുമ്പോൾ കിട്ടുള്ളൂ.
അപ്പോൾ പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഫിഷിൻ്റെ വേസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞ് അടുമ്പോൾ അതിലേക്ക് എടുക്കുമ്പോൾ അത് തീരെ ബ്രൗൺ കളറായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇത് ഗോൾഡൻ കളർ സാൻഡാണ്, ഇത് ഓൾമോസ്റ്റ് ലൈറ്റ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമുക്ക് വലിയ അഴുക്ക് ഫീൽ ചെയ്യില്ല. ഒന്നെങ്കിൽ ഫുൾ 100% ബ്ലാക്ക് ഗ്രേവിലിടുക, അല്ലെങ്കിൽ സാൻഡ് ഇടുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഗോൾഡൻ കളർ ഇടുക. എനിക്കൊരു ലൈറ്റ് കളർ എക്കോറിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഗോൾഡൻ മേടിച്ചത്. വൈറ്റ് ഞാൻ എന്തായാലും വാങ്ങില്ല എന്ന് വിചാരിച്ചു. കാരണം വൈറ്റ് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ട് ഫുൾ ഒരാഴ്ച കൊണ്ട് അത് ബ്രൗൺ കളറായി. ഓക്കെ, കാരണം അതിൽ ഫിഷിൻ്റെ വേസ്റ്റൊക്കെ അടങ്ങി വേസ്റ്റായി അത് വൃത്തികേടായി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇത് യൂസ് ചെയ്യണത്. ഇത് 8 kg പാക്കാണ്. 8 kg 4 feet അക്വേറിയത്തിന് 8 kg മിനിമം വേണം. നമ്മൾ എ കോളറോഡോ സാൻഡ് ഇടുന്നതിനായിട്ട് മുമ്പ് നമുക്ക് ഏകദേശം രൂപം വേണം. നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് എങ്ങനെയാണ് വെക്കാൻ പോണത്, അല്ലെങ്കിൽ റോക്സ് എങ്ങനെയാണ് വെക്കാൻ പോണത് എന്നുള്ളൊരു രൂപം വേണം. അപ്പോൾ ഞാൻ റോക്സ് ഇങ്ങനെ വെക്കാൻ പോകണമെന്ന് ഏകദേശം രൂപം എനിക്ക് കിട്ടി. ഞാനത് സെപ്പറേറ്റ് റൂമിൽ വെച്ച് നോക്കി 4 feet അളവിൽ. പക്ഷേ ഡ്രിഫ്റ്റ് വുഡ് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡ് അക്വേറിയത്തിൻ്റെ അകത്ത് തന്നെ വെച്ച് നോക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്കത് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ഭംഗി ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഊഹം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കണം. അതുകൊണ്ടാണ് ചെയ്ത് നോക്കുന്നത്. റോക്സ് സെപ്പറേറ്റ് ഞാൻ വെച്ച് നോക്കിയതാണ്. ശരിക്കും വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് പിന്നെയും ഭംഗിയുണ്ട്. അപ്പോൾ റോക്സ് വെക്കണതിൻ്റെ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബാറ്ററി കഴിഞ്ഞിരുന്നു. അപ്പോൾ ക്ഷമിക്കണം. അതുകൊണ്ട് നമ്മൾ റോക്സിൻ്റെ ഇടയിൽ വെച്ചു. ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം രൂപം ഫൈനലൈസ് ഒന്നും ആയിട്ടില്ല, എന്നാലും ഇതൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡ്രിഫ്റ്റ് വുഡും ഫൈനലൈസ് ചെയ്തു എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. റോക്സ് വെക്കണതായിട്ട് മുമ്പ് നിങ്ങൾ നല്ലോണം പൈപ്പ് വെള്ളത്തിൽ അത് കഴുകേണ്ടതാണ്. ഡ്രിഫ്റ്റ് വുഡും റോക്സും ഒക്കെ നിങ്ങൾ പൈപ്പ് വെള്ളത്തിൽ നല്ലോണം കഴുകണം. അത് നിങ്ങൾ റോഡിൽ നിന്ന് എടുത്തതായാലും കടയിൽ നിന്ന് മേടിച്ചതായാലും പൈപ്പ് വെള്ളത്തിൽ നല്ലോണം കഴുകുക. എന്നിട്ട് വേണം അക്വേറിയത്തിൽ വെക്കാൻ. ഓക്കെ, ഇത് ഗ്രീൻ മോസാണ്. ഞാനിത് ഡ്രാഗൺ റോക്കുമെയാണ് പടർത്തിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്, കാണാം. അതിങ്ങനെ പടർന്ന് പിടിച്ചു ഈ റോക്കിൽ. ഇത് ഒരു 5 to 6 months എടുക്കും ഇത്രയും പടർന്ന് പിടിക്കാൻ. നമ്മൾ കെട്ടി വെച്ചാൽ മതി നല്ലോണം. അതിങ്ങനെ, അപ്പോൾ നമ്മളിത് ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഇടയിൽ വെക്കാനാണ് ഇപ്പോൾ പ്ലാൻ. ഡ്രിഫ്റ്റ് വുഡിലേക്ക് ഇങ്ങനെ പടർന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മോസ് നോക്കണം. ഓക്കെ, തൽക്കാലം നമ്മൾ ഇത് ഈ കല്ല് അങ്ങനെ തന്നെ എടുത്ത് വെക്കണം. കാരണം ഞാൻ അപ്പോൾ പഴയ അക്വേറിയത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ചെടികൾ എടുത്തിട്ടുണ്ട്. ഈ മോസ് പിടിപ്പിച്ചത് മാത്രമല്ലാണ്ട് അതിൻ്റെ ഇടയിൽ കബോംബോ എന്ന് പറഞ്ഞ പ്ലാന്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. അത് കോർണറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ 2-3 ഇലച്ചെടികളും വെച്ചിട്ടുണ്ട്. അത് ഓസ്കാർ പിഴുതെറിയാൻ ചാൻസസ് വളരെ കൂടുതലാണ്, എന്നാലും നമ്മൾ വെച്ചു. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം അത് അവർ എങ്ങനെയാണ് പറിച്ചെറിയുന്നതെന്നുള്ളത്. പിന്നെ ഈ റോക്സിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ പാറകഷ്ണങ്ങൾ ഫിനിഷിങ് ലുക്കിന് വേണ്ടിയിട്ട് ഇടുന്നു. ഓക്കെ, പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഫുള്ള് സ്മോക്കി ആയിട്ടാണ് ഇരിക്കുന്നത്, ഫുൾ ഫോഗിയാണ്. പക്ഷെ അത് പേടിക്കേണ്ട, അത് 2 ദിവസത്തിനകം ക്ലിയർ ആവും. ക്ലിയർ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് കാണുമ്പോൾ പേടിക്കേണ്ട, ഇങ്ങനെ തന്നെയായിരിക്കും.
എല്ലാവർക്കും നമസ്കാരം. എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇനിയും ഞങ്ങളുടെ ഒത്തിരി വീഡിയോസ് വരുന്നതായിരിക്കും, ഞങ്ങളുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ, സീ യു.